ഭീഷണി പ്രസംഗം തുടർന്ന് CPM പ്രാദേശിക നേതാക്കൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാല് മാത്രമല്ല കൈയും വെട്ടാൻ അറിയാമെന്ന് CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം ജെയ്സൺ സാജൻ ജോസഫ് പത്തനംതിട്ട കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് CPM ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഈ പ്രകോപന പ്രസംഗം. പ്രതികരണം: തോളെ തട്ടിയതിന്റെ പേരിൽ കൊല നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറഞ്ഞാൽ അവൻ ഈ നാട്ടിലെ മുഴുവൻ കൊള്ളക്കാരനാണ്, കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊക്കെ ഇവർ കള്ളക്കേസും ഇത്തരത്തിൽ അതിക്രമവും കൊണ്ടൊക്കെ ഇവിടെ അഴിഞ്ഞാടാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഒന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ തന്നിത്തോട്ടിലെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് കാലുവെട്ടു എന്നുള്ളതാണ്. ഞങ്ങൾ ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ വിപ്ലവം നടത്തുന്നതിനു വേണ്ടിയും അറിയാവുന്നവരാണ്. കാല് മാത്രമല്ല കൈയും വെട്ടി നിങ്ങളുടെ ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ അറിയാവുന്നവരാണ് ഞങ്ങൾ. ഈ ഓഫീസറൊന്നും വോട്ടിട്ട് പൊളിക്കാൻ വരുന്നതായ, ചവിട്ടി പൊളിക്കാൻ വരുന്നതായ ഓഫീസർമാർ ഒറ്റക്കാലിൽ നടക്കാനുള്ളതായ അഭ്യാസം കൂടി പഠിച്ചിട്ട് വേണം ഈ പണിക്ക് ഇനി ഇറങ്ങാൻ കൂടി സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുരേഷും നിന്റെ സഹപ്രവർത്തകരും പറയുന്നു, നിന്റെ ദേഹത്ത് മുഴുവൻ കൊലയാണെങ്കിലും ഇനിയും ഈ നാളെ മുതൽ കൂടുതൽ കേസ് കൊടുക്കേണ്ടതായി വരും. കൊലപാതക ശ്രമത്തിന് ഇനിയും നിങ്ങൾ കൂടുതൽ കേസ് കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഭരണ പാർട്ടിയിലെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ടുപേർ. LC സെക്രട്ടറിയുടെ വാക്കുകൾ പ്രകോപനത്തിന് കയ്യൂക്ക് കാട്ടിയുള്ള കാല് വെട്ടിയെടുക്കാനുള്ള ആഹ്വാനം. ആ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ കൂടി കാല് മാത്രമല്ല കൈയും ഞങ്ങൾ വെട്ടിയെടുക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അക്രമാഹ്വാനം. നാടിൻ്റെ ശാന്തത തകർക്കുന്ന പ്രകോപനപരമായ അങ്ങേയറ്റത്തെ വാക്കുകളാണ് ഇന്നും പത്തനംതിട്ടയിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളിൽ നിന്നും ഉയരുന്നത്. CK അഭിലാൽ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. അഭിലാൽ, ഈ നോക്കൂ, ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകകക്ഷി വഹിക്കുന്ന ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇത്തരത്തിൽ കൊലവിളിയും ഭീഷണിയും ഒക്കെ മുഴക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേരാണ് ഒന്നിന് പിറകെ ഒന്നാകെ ഇത്തരത്തിലുള്ള കൊലവിളികൾ നടത്തുന്നത്. ഒപ്പം ഒരുപാട് പേർ ആ പരിപാടികളിൽ, പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആവേശം പകരുന്ന രീതിയിൽ അവരോടൊക്കെ പറയുകയാണ് ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിന് വഴിവെക്കുന്ന രീതിയിൽ ഒരു ആഹ്വാനം. എന്താണ് പത്തനംതിട്ടയിൽ ഇന്ന് സംഭവിച്ചത് CK അഭിലാൽ? എന്താണ് സ്ഥിതി? വീണ്ടും ഗുരുതരമാവുകയാണോ? പത്തനംതിട്ടയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ചിറ്റാർ, സീതത്തോട് മേഖലകളിലായി CPM പ്രവർത്തകരും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എതിർചേരലിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ സംഭവം മരം മുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ രണ്ടാമത്തെ സംഭവം വനഭൂമിയിൽ CATU കൊടിമരം സ്ഥാപിച്ചുള്ളതാണ്. ഈ രണ്ട് വിഷയങ്ങളിലും CPM വലിയ തോതിൽ ആക്ഷേപങ്ങൾ നേരിടുകയും പ്രാദേശിക നേതാക്കൾക്കടക്കം പ്രതിച്ഛായയ്ക്ക് കോട്ടം വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് അവർ മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു. രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി ആക്രമണമാണ്. മറ്റൊന്ന് പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചുരുക്കത്തിൽ പ്രതിച്ഛായ മോശമായ സാഹചര്യത്തിൽ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വനംവകുപ്പിനെതിരെ ഒരു സമരമാണ് പ്രാദേശിക CPM നേതൃത്വം സംഘടിപ്പിച്ചത്. ഇതിൽ സ്വാഗത പ്രസംഗം നടത്തിയ ജോബി ടി ഈശോ DYFIയുടെ സംസ്ഥാന സമിതി അംഗവും സീതത്തോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ്. ഒപ്പം തന്നെ ഇതിൽ രണ്ടാമത് സംസാരിച്ച പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ജെയ്സൺ, ഇവർ രണ്ടുപേരുമാണ് പ്രകോപനപരവും ഭീഷണിപ്പെടുത്തുന്നതുമായ തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത്. ജോബിയുടെ പ്രസംഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം, ബൂട്ടിട്ടുകൊണ്ട് കതകിന് ചവിട്ടിപ്പൊളിച്ച് പരിശോധനയ്ക്കെത്തുന്ന ഉദ്യോഗസ്ഥർ ഇനി ഒറ്റക്കാലിൽ നടക്കാനുള്ള പരിശീലനം കൂടി നേടേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ചിറ്റാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരനായ ഫോറസ്റ്റർ സുരേഷിൻ്റെ തോളിൽ തട്ടി ജീപ്പിൽ കയറ്റി വിട്ടതിനാണ് നിലവിൽ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൊലപാതക ശ്രമത്തിന് ഇനിയും നിങ്ങൾക്ക് നിരവധി പരാതികൾ നൽകേണ്ടി വരും എന്നുള്ള ഭീഷണിയാണ് ജോബി ടി ഈശോയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, പ്രകോപനപരമായ രീതിയിലുള്ള പ്രസംഗം നടത്തിയ മറ്റൊരാൾ പത്തനംതിട്ട കടമ്പനിട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിലെ പ്രതി കൂടിയായിട്ടുള്ള ജെയ്സന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കാല് മാത്രമല്ല കൈ വെട്ടാനും ഞങ്ങൾക്ക് അറിയാം. ഒപ്പം തന്നെ ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ സമരത്തിനും
ഞങ്ങൾ ഒരുക്കമാണ് എന്നുള്ളതായിരുന്നു ജെയ്സന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ വന്ന 2 സംഭവങ്ങളിലും ആക്ഷേപങ്ങൾ ഇടതുപക്ഷ നേതാക്കൾക്ക് ഏൽക്കേണ്ടി വന്നതെങ്കിൽ ജനകീയ വിഷയങ്ങളിലൂടെ വീണ്ടും ജനരോഷം വനം വകുപ്പിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് പ്രാദേശിക CPI നേതൃത്വം ഇന്ന് നടത്തിയത്. അതിലാണ് 2 നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ വീണ്ടും ഭീഷണിയുടെ സ്വരം ഉയർന്നു വന്നിട്ടുള്ളത്. ശരി, CK അബിലാലാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വ്യക്തമാക്കിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റെജി ലൂക്കോസും ഒപ്പം അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ DCCയുടെ പത്തനംതിട്ട വൈസ് പ്രസിഡന്റ് കൂടിയാണ് ശ്രീ റെജി ലൂക്കോസ്. ഭരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഭരിക്കുമ്പോൾ അവിടെ പോലീസോ നിയമവ്യവസ്ഥയോ ഒന്നും തങ്ങൾക്കൊന്നും ബാധകമല്ല. തങ്ങൾക്ക് എന്തെങ്കിലും അലോസരമുണ്ടായിക്കഴിഞ്ഞാൽ കൈ വെട്ടിയെടുക്കും. കൈ വെട്ടുക മാത്രമല്ല, കാലും വെട്ടിയെടുക്കുമെന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ, LC സെക്രട്ടറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കീഴിൽ വരുന്ന ബ്രാഞ്ചുകളുടെ എണ്ണം, ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട അവിടുത്തെ നേതാവാണ്. ഇവരൊക്കെ ഈ നാടിന് നൽകുന്ന സന്ദേശം എന്താണ് ശ്രീ റെജി ലൂക്കോസ്? പറഞ്ഞത് ശരിയാണോ? പ്രതീക്ഷ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഏതാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അതിനീചമായിട്ടുള്ള ജനങ്ങളെ വേട്ടയാടുന്ന തരത്തിലുള്ള കള്ളക്കേസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു. ഏതാണ്ട് 7 മുകളിൽ പതിറ്റാണ്ടായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ പത്തനംതിട്ടയിലെ ചില വയനാട്ടിലാണെങ്കിലും ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നിഷേധിക്കുന്നതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പാതിരാത്രിക്ക് പിന്നെ ബൂട്ടിട്ട് ചവിട്ടി ഈ പാവപ്പെട്ട കർഷകരെ, പാവപ്പെട്ട വനത്തിനോടടുത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ വീട്ടിൽ കയറി പ്രകോപനം ഉണ്ടാക്കുക, വനത്തിനകത്ത് കയറി നിന്റെ കാല് വെട്ടുമെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള, ജനങ്ങളുടെ ജീവന സമ്പത്തിനും ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് CPI പ്രസ്ഥാനങ്ങൾ അതിനെതിരെ പ്രതിഷേധം നടത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനോട് തർക്കമുള്ള കാര്യത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പത്തനംതിട്ട പ്രദേശങ്ങളിൽ ഈ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുള്ള പീഡനങ്ങൾ അതിക്രൂരമാണ്. എന്റെ ബന്ധുവൊക്കെ അവിടെ താമസിക്കുന്നത്, അവരൊക്കെ വിളിച്ചു പറയുന്ന പരിഭവങ്ങളും പരാതികളെ കേട്ടുകഴിഞ്ഞാൽ വേദനിക്കുന്നത് തന്നെയാണ്. തന്നെയുമല്ല ഈ വന്യജീവി സംരക്ഷണം 1972 നിയമത്തിന്റെ ബലം പിടിച്ചുകൊണ്ട് റെജി ലൂക്കോസ് ഇങ്ങനെ പറയുമ്പോൾ ഗതികേടാണ് എനിക്ക് തോന്നുന്നത്, സഹതാപമാണ് അങ്ങേക്ക് തോന്നുന്നത്. കാരണം ഒരു LDF ഭരിക്കുന്ന സംസ്ഥാനത്ത് അവിടെ ഒരു പീഡനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പീഡനം ഏൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ വളരെ ലജ്ജയാണത്, ലജ്ജാകരമാണത്. അപ്പോൾ ഇവിടെ ഒരു ഭരണകൂടമില്ല, ഒരു ജില്ലാ ഭരണകൂടമില്ല, സംസ്ഥാനത്തൊരു വകുപ്പ് മന്ത്രിയില്ല, ഒരു മുഖ്യമന്ത്രിയൊക്കെ നാട്ടിൽ ഭരിക്കുന്ന ഒരു അല്ലെങ്കിൽ താഴെത്തട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ന സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു ഗതികേട് പറയുന്നത്. അങ്ങ് അതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു ശ്രീ റെജി ലൂക്കോസ്. അല്ല, അതിനകത്ത് യാതൊരു അത്ഭുതമില്ല, അതിനകത്തൊരു ഗതികേടുമില്ല. കാരണം ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ജനങ്ങളെ വിക്കിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യ രീതിയിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഇല്ലേ പിന്നെ ഇതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പത്തനംതിട്ട ജില്ലയിൽ ഈ ആങ്ങാമൊഴി അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ എത്രയോ ആളുകളെ ആനയും മറ്റു വന്യമൃഗങ്ങളും, ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ വീട്ടിൽ കയറി മുറ്റത്ത് നിന്നൊരു മനുഷ്യനെ ഒരു കാട്ടുപോത്ത് ചവിട്ടിക്കൊന്നു. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ചുമതല എന്താ? അവരുടെ ഈ മനുഷ്യരുടെ ജീവനും സമ്പത്തിനും പിന്നെ സംരക്ഷണം നൽകുക കൂടി വേണം. അവര് വനം മാത്രം സംരക്ഷിച്ചാൽ പോരാ. ഇപ്പൊ മനുഷ്യജീവന് പുല്ല് വരെ കൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സ്വതന്ത്ര സാമ്രാജ്യമാണ് ഒരു മനുഷ്യനും ഇങ്ങോട്ട് അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ റെജി ലൂക്കോസ്, അദ്ദേഹം പറഞ്ഞ ഈ ബഹുമാന്യനായ നേതാവുണ്ടല്ലോ, ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞ വാചകമുണ്ടതിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ സമരവും ഞങ്ങൾക്കറിയാം. ജെയ്സൺ പറയുകയാണ്. അപ്പോൾ നൽകുന്ന സന്ദേശം എന്താണ് നാടിന്? ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ സായുധ വിപ്ലവത്തിലൂടെ അങ്ങ് പാർട്ടി മുന്നോട്ട് പോയാൽ മതിയല്ലോ എല്ലാ കാര്യത്തിലും. ജെയ്സനെ പോലെ എല്ലാവരും അങ്ങ് തീരുമാനിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് അലോസരമുണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെ കാലങ്ങ് വെട്ടിയേക്കാം, കൈ അങ്ങ് വെട്ടിയേക്കാം എന്ന് ഓരോ കോണിലും ഉള്ള ആളുകൾ ഈ ജെയ്സനെയും ഈ പ്രവീൺ ആസാദിനെയൊക്കെ കണ്ടുപഠിച്ചാൽ നാടിന്റെ ഗതി എന്തായിരിക്കും ശ്രീ റെജി ലൂക്കോസ്? അല്ല പ്രജീഷ്, ആ ഒരു വാക്കിനെ മാത്രം പിടിച്ചുകൊണ്ട് ഇത്തരം യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ കണ്ണടയ്ക്കുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. വയനാട്ടിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആന കയറി പിന്നെ മാനന്തവാടി ടൗണിലൂടെ വരസുക, അതുപോലെ തന്നെ അവിടെ 3 പേരെ ചവിട്ടിക്കൊല്ലുക. ഈ സമയത്തൊക്കെ നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവത്തിനെതിരെ നിങ്ങൾ എന്താ അക്ഷരം പോലും ഉണ്ടാകാതെ കണ്ണടയ്ക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഒന്നും മോശമല്ല, ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. കാരണം വനം ഉദ്യോഗസ്ഥന്മാർ നല്ല മനുഷ്യത്വമുള്ള ആ ജോലിയോട് കൂറുള്ള ഒത്തിരി പേരുണ്ട്. ചില ആളുകൾ അവരുടെ തോന്നിവാസങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ബലിയാടാക്കുക. ഇപ്പൊ ഈ പമ്പാവാലി പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. മനുഷ്യർ അവരോടൊന്ന് എന്തായാലും സംസാരിച്ചു കഴിഞ്ഞാൽ പോലും കേസെടുക്കുക, കൊല്ലാൻ ശ്രമിച്ചത് കേസെടുക്കുക, അവരെ പീഡിപ്പിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെന്തിനാ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്? സർക്കാരിന് എന്താ ചെയ്യാൻ? സർക്കാരിനാണ് ചെയ്യാൻ കഴിയുന്നത്. ഈ വലിയ പിടിപ്പ് അല്ലെങ്കിൽ കടുംപിടുത്തമുള്ള വകുപ്പോ അല്ലെങ്കിൽ ഒരു മുന്ന കക്ഷിയൊന്നുമല്ല ഈ വനം വകുപ്പിന്റെ നേതൃസ്ഥാനത്തുള്ളത്, അറിയാമല്ലോ. അപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇല പറിക്കുന്നത് പോലെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇവിടെ വീഴ്ചകൾ സ്വന്തം ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ചുരണ്ടി വ്രണമാക്കി മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള
മോശം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും അവരെ വിശദീകരണം ചോദിക്കാനും ഒക്കെയുള്ള സംവിധാനമുണ്ടല്ലോ, അതുപോലും ഉണ്ടാകാതെ അതൊരു ഏകപക്ഷീയമായ രീതിയിലേക്ക് ഒരു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുന്ന തരത്തിലേക്ക് കുറച്ച് സംവിധാനങ്ങൾ മാറുകയാണ് പത്തനംതിട്ടയിൽ. ഒരിക്കലുമല്ല പ്രതീക്ഷ. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അത് ആരും തടസ്സം പറയത്തില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 58 പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിരിച്ചുവിടലിന്റെ വക്കിലാണ്. 22 വരെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അതിൽ ഡിവൈഎസ്പിമാരുണ്ട്, CI ഉണ്ട്, സാധാ പോലീസുകാരുണ്ട്. അതൊക്കെ എടുക്കാൻ തന്നെയുള്ള സർക്കാർ. പക്ഷെ വഴിവിട്ട് ചിന്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാര് പെട്ടെന്ന് ജനങ്ങളെ ദ്രോഹിച്ചാൽ അത് സ്വാഭാവികമായിട്ട് ജനങ്ങളിൽ പ്രതിഷേധം ഉണ്ടാക്കും, നടപടി സ്വീകരിക്കും. ഇപ്പൊ കൽപ്പറ്റ മരമുറിയായിട്ട് അല്ല, ശ്രീ റെജി അറിയാമല്ലോ, കാരണം ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളും അക്രമ രാഷ്ട്രീയം ഒക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ പോലും വികൃതമാക്കിയത്, LDF-നെ CPM-നെ എന്നുള്ള കാര്യം നമ്മൾ ഇനിയും പഠിക്കണം. കാരണം അവിടെ അക്രമം പ്ലസ് ധാർഷ്ട്യം പ്ലസ് ഹുങ്ക് = തോൽവി, ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോലും സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഉദ്യോഗസ്ഥരെ അല്ല ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാരങ്ങ് ഇറങ്ങി അക്രമത്തിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ പഠിക്കണ്ടേ പാർട്ടി? അവിടെ ജില്ലാ നേതൃത്വമില്ലേ CPM-ന്? എന്തെങ്കിലും ഒരു പരിശോധന അല്ലെങ്കിൽ ഇതിനുശേഷം എന്തുകൊണ്ട് ഈ നേതാവ് ഇങ്ങനെ വഴിവിട്ട് ഒരു പ്രസ്താവന നടത്തി? ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ചോദിച്ചോ? അല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംരക്ഷണം കൊടുക്കാൻ ഈ വന ഉദ്യോഗസ്ഥന്മാരുടെ പീഡനങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അവർക്കെതിരെ പ്രതിഷേധം നയിക്കാനായിട്ട് CPM മാത്രമല്ല അവിടെ ഇവിടെ ഇപ്പൊ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ? ആന ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവന്റെ വീടിന് മുറ്റത്ത് കയറി പാതിരാത്രിക്ക് ചവിട്ടിക്കൊന്നപ്പോൾ ആനയുടെ ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ കയറി മുമ്പിൽ പോയി എന്താ പറയാ കാവട്ടിയ സമരം നടത്തിയവരുടെ പോലെയല്ല CPM എന്ന് പറയുന്നത്. ഞാൻ കൈയും കാലും പെട്ടുന്നുണ്ടെന്ന് യോജിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അത് പ്രകോപനമായിട്ട് സംസാരിച്ചു, അത് സത്യമാണ്, അതിനോടൊന്നും നമുക്ക് ഒരു യോജിപ്പില്ല. പക്ഷെ കാല് വെട്ടിക്കളയുന്നില്ല എന്നൊക്കെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ചെറുതായിട്ട് കാണുന്നത്? അത് ശരിയാണോ? എന്ത് തെറ്റാ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യുന്നത്? അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാർഷിക വിളകൾ അവന്റെ ജീവനെയും വെല്ലുവിളിച്ചുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. സ്ത്രീകളും കുഞ്ഞുങ്ങളടക്കം മറ്റു പലയിടത്തും പോയാണ് താമസിക്കുന്ന രാത്രികളിൽ. അവർക്ക് സംരക്ഷണം കൂടെ അവർ വിളിച്ചു പറഞ്ഞ സ്ഥലത്തെത്തി മൃഗങ്ങളെ ഓട്ടിയാടി. റെജി ലൂക്കോസ്, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സുരേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, എന്താണ് ശരിക്കും റെജി ലൂക്കോസും CPM-ഉം പാർട്ടിക്കാരൊക്കെ പറയുന്നത് പോലെയാണോ? കാരണം അവിടുത്തെ ജനങ്ങളുടെ വിഷയം ഉയർത്തിയാണ് ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. മാത്രവുമല്ല അവിടെ ചില ഉദ്യോഗസ്ഥർ നടത്തുന്ന അവരുടെ 1-2 ഉദ്യോഗസ്ഥരുടെ മാത്രം ചില പ്രശ്നങ്ങളാണ് വഷളാക്കിയത്. പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ ഒരു കൊലപാതക ആഹ്വാനം, അക്രമ രാഷ്ട്രീയത്തിന് വേണ്ടി കൈയും കാലും ഒക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളങ്ങ് ആഹ്വാനം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചു എന്നാണ് പറയുന്നത്. ന്യായീകരിക്കാൻ കഴിയുന്നതാണോ ശ്രീ സുരേഷ്? ശ്രീ പ്രജേഷ്, നമ്മുടെ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് പച്ചക്കള്ളമാണ്. അദ്ദേഹം സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ളൊരു സമരമോ മറ്റുള്ള സമരമോ ഒന്നുമല്ല. ഇപ്പോൾ തണ്ണിത്തോട്ടിൽ നടന്ന സമരം എന്താണ്? തണ്ണിത്തോട്ടിൽ CITUവിൻ്റെ ഒരു കൊടി വനഭൂമിയിൽ കൊണ്ട് നാട്ടാൻ ശ്രമിച്ചു. ആ വനഭൂമിയിൽ കൊണ്ട് കൊടി നാട്ടാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എതിർത്തു. നമുക്കറിയാം, വന നിയമങ്ങളും മറ്റുള്ള നിയമങ്ങളും അനുസരിച്ച് ഫോറസ്റ്റിനുള്ളിൽ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരമോ അല്ലെങ്കിൽ അവരുടെ അധികാരപരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദം വേണം. ഇതൊന്നുമില്ലാതെ ഒരു CITUവിൻ്റെ, അതായത് കുട്ടവഞ്ചി സവാരി നടത്തുന്ന സ്ഥലത്താണ് CITUവിൻ്റെ കൊടിമരം സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. ആ കൊടിമരം എടുത്തു മാറ്റിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ട് കൊടിമരം സ്ഥാപിക്കുന്നു. എന്തു ധിക്കാരപരമായ നീക്കങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ? അവിടെ ഒരു കൊടിമരം നാട്ടിയാൽ അത് INTUCക്കും കൊടിമരം നാട്ടാനുള്ള സ്വാതന്ത്ര്യമുള്ള മറ്റുള്ള ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് CITU എന്ത് തോന്നിവാസം കാണിച്ചാലും ഒന്നും ചെയ്യാത്ത കഴിഞ്ഞ കുറേ കാലമായി പത്തനംതിട്ട ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങളാണ്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചല്ലോ, ജില്ലാ നേതൃത്വം ഇതിനെതിരെ ഇടപെടണമെന്ന്. ജില്ലാ നേതൃത്വത്തിന് എങ്ങനെ ഇടപെടാൻ സാധിക്കും? ജില്ലാ നേതൃത്വമാണ് പത്തനംതിട്ടയിൽ ഈ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, പത്തനംതിട്ടയിൽ ഏകദേശം 19ഓളം സഹകരണ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ. ആ സഹകരണ സ്ഥാപനങ്ങളെല്ലാം ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ കൂടിയാണ് പിടിച്ചെടുത്തത്. ഈ ഗുണ്ടകളെ വെച്ച് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ജെയ്സണും ഈ പറയുന്ന പ്രവീണും അടക്കമുള്ള DYFIയുടെയും CITUവിൻ്റെയും CPM-ൻ്റെയും ഗുണ്ടകളെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചാണ് 19 മനസ്സിലാക്കുന്നത്. ശരിയാണോ അത്? അല്ല, ജെയ്സന്റെ പഴയ ചരിത്രം അറിയാമല്ലോ. മൗണ്ട് സിയോൺ ലോ കോളേജിലെ ഒരു പെൺകുട്ടിക്കെതിരെ അക്രമം നടത്തിയതിൻ്റെ പേരിൽ അയാളെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്. എന്തിനു വേണ്ടി? എന്താണ് ചെയ്തത്? ആ പെൺകുട്ടിയോട് വളരെ ക്രൂരമായ രീതിയിൽ അതിനെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കുവാൻ ആറന്മുള പോലീസ് സ്റ്റേഷൻ തയ്യാറായില്ല. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ അതിശക്തമായ സമരങ്ങൾ നടത്തി.
ആ സമരങ്ങൾ നടത്തിയിട്ട് പോലും വേണ്ട രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുവാൻ പോലീസ് തയ്യാറായില്ല. ഏറ്റവും അവസാനം ഈ പെൺകുട്ടിക്ക് സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടതായിട്ട് വന്നു. സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടതായിട്ട് വന്നതിന് ശേഷമാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള ജാമ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇയാൾ ശ്രമിച്ചിട്ട് അത് കിട്ടാതെ വന്നത്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അതാണ് ജെയ്സന്റെ ചരിത്രം. പ്രവീണിൻ്റെ ചരിത്രവും മറ്റൊന്നുമല്ല. ഇവരെല്ലാം പക്ക ക്രിമിനലുകളായി കഴിഞ്ഞ കുറേ നാളുകളായി പത്തനംതിട്ടയിൽ ഇങ്ങനെ വിലസുകയാണ്. അതിനെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിപൂർണമായ സഹകരണമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തെല്ലാം ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുവാൻ ചെയ്യും, അതിന് പകരം ഉദ്യോഗസ്ഥന്മാരുടെ കാലുവെട്ടും കൈവെട്ടും തലവെട്ടും ഇതൊക്കെ പറയുന്നത് ഏത് ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്? മന്ത്രി എന്ന് പറയുന്നത് പോലെ ഈ നേതൃത്വങ്ങളൊക്കെ ഇവരെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നേതൃത്വങ്ങളും ഇവർക്ക് കുടപിടിക്കുന്നു എന്നാണോ? കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ പോലീസിന് സ്വാഭാവികമായും ഇത്തരം ഒരു കലാപ ആഹ്വാനമാണ്. ഒരു സംഭവം ഉണ്ടായി, ഇതിപ്പോൾ എതിർപക്ഷത്തെ ക്യാമ്പിൽ നിന്നോ മറ്റേതെങ്കിലും സമരങ്ങളിൽ നിന്നോ ആണെങ്കിൽ തീർച്ചയായും അവിടെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവിടെ ഒരു കലാപാഹ്വാനമാണ്. ഒരു സംവിധാനത്തെ, ഒരു സിസ്റ്റത്തിൻ്റെ കയ്യും കാലും ഒരു ഉദ്യോഗസ്ഥരെ വെട്ടിയെടുക്കുന്നു എന്ന് എടുക്കാൻ ആഹ്വാനം നൽകുമ്പോൾ പഴയ ഒരു മാവോയിസ്റ്റ് ലൈനിലേക്ക് രീതിയിലേക്കൊക്കെയുള്ള പ്രസ്താവനകളായി അത് മാറുകയാണ്. മാത്രവുമല്ല, ഈ സായുധ സമരത്തിൻ്റെ കാര്യം കൂടി ജെയ്സൺ പറയുകയാണ്. നോക്കൂ, ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഈ പറയുന്ന ഏരിയ കമ്മിറ്റിയൊക്കെ അങ്ങ് ഒരുപക്ഷെ നാളെ ഏരിയ സെക്രട്ടറി ആയാലും ഭാവിയിൽ ഇനി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയാലും അത്ഭുതപ്പെടാനില്ല. ഇതൊക്കെ ഒരു മെഡലുകളായി മാറുകയും ചെയ്യും. അപ്പോൾ നേതൃത്വത്തിൻ്റെ ജില്ലയിലെ കൃത്യമായിട്ടുള്ള പ്രോത്സാഹനം, കണ്ണടച്ചുള്ള ഈ പിന്തുണയൊക്കെ ഇതിലുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ പണ്ട് CPM-ൻ്റെ അല്ലെങ്കിൽ അംഗങ്ങൾക്കൊക്കെ പണ്ട് സ്റ്റഡി ക്ലാസ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ആ സ്റ്റഡി ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവർ ധരിച്ചിരിക്കുന്നത് എന്താണ്? ജെയ്സൺ പറയുന്നത് ഒരു സായുധ വിപ്ലവം നടത്തുന്നതാണ്. സായുധ വിപ്ലവം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സായുധ വിപ്ലവം നടത്തിയത് അടിമത്തത്തിനെതിരെയുള്ള സമരങ്ങൾ, അതല്ലെങ്കിൽ ബൂർഷാസികൾക്കെതിരെയുള്ള സമരങ്ങൾ, സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ, അതിനെതിരെയുള്ള ശക്തമായ സമരങ്ങളായിട്ടാണ് സായുധ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഒരു നടപടി സ്വീകരിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തലയും കാലും കൈയും വെട്ടുമെന്ന് പറയുന്നത് ഏത് സായുധ വിപ്ലവമാണ്? അപ്പോൾ ഇവർക്കൊക്കെ യഥാർത്ഥത്തിലുള്ള പാർട്ടി ക്ലാസ്സുകൾ കൊടുത്ത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവരെ അതല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്ത് ഗുണ്ടായിസം കാണിച്ചാലും എന്ത് അക്രമം കാണിച്ചാലും എല്ലാം ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. DYFIക്കാർ, SFIക്കാർ അവരെന്ത് ചെയ്താലും, CPM-കാർ എന്ത് ചെയ്താലും നടപടികൾ സ്വീകരിക്കേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ എന്ന നടപടിയെടുത്ത് 4 ദിവസം കഴിഞ്ഞ് പത്രമാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ വന്നു. അതിനുശേഷമാണ് ഒരു FIR പോലും ഇട്ടത്. ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു, ഉദ്യോഗസ്ഥന്മാരുടെ ജോലിക്ക് തടസ്സപ്പെടുത്തുന്നു, എല്ലാം നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസുകളാണ്. ഈ കേസുകൾ എടുക്കാൻ അപ്പോൾ തന്നെ ഇവർക്ക് കഴിയാഞ്ഞിട്ടാണോ? പക്ഷേ കഴിയില്ല. ഏതെങ്കിലും ഇത്തരത്തിലുള്ള തൽക്കാലം എന്തെങ്കിലും ഒരു കേസെടുത്ത് അവരെ ജാമ്യത്തിൽ വിട്ടിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ അപ്പുറത്ത് ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചിട്ട് പോകുന്ന നടപടിയാണ് പത്തനംതിട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അക്രമം പെരുകുന്നത്. അതല്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ അക്രമങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടില്ല. പക്ക ക്രിമിനലുകളെ പോലെ ഈ ഇത്തരത്തിലുള്ള ആളുകളെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ യൂട്യൂബ്, ഞങ്ങളുടെ തത്സമയ യൂട്യൂബ് നോക്കുകയായിരുന്നു. അതിനകത്ത് എല്ലാവരും പറയുന്നത് തോറ്റാലെങ്കിലും പഠിക്കണ്ടേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ CPM-ആയിട്ട് അനുഭവം പുലർത്തുന്ന ആളുകളുമൊക്കെ ആണെന്ന് അവർ ചിലരൊക്കെ അവകാശപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഹുങ്ക്, അഹന്ത, ധാർഷ്ട്യം, എന്ത് വന്നാലും ഞാൻ പഠിക്കില്ല, ഞാനൊരു സാമ്രാജ്യമായി മാറും. LC സെക്രട്ടറി ആണെങ്കിൽ ഒരു ഡൈനാസ്റ്റി പോലെ, സ്വയം പ്രഖ്യാപിത ഡൈനാസ്റ്റി പോലെ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഏരിയ സെക്രട്ടറി അങ്ങനെ. അപ്പോൾ ഇതൊക്കെ എത്ര വന്നാലും നിങ്ങൾ പഠിക്കില്ലേ എന്ന് പലരും, ഒരുപാട് പ്രേക്ഷകരൊക്കെ ചോദിച്ചുകൊണ്ട്. ശ്രീ റെജി ലൂക്കോസ്, താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ജെയ്സൺ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ ജെയ്സൺ, താങ്കളുടെ പ്രസംഗം അതിനെ മുൻനിർത്തി, താങ്കളുടെയും LC സെക്രട്ടറിയുടെയും പ്രസംഗങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വാക്കുകളുടെ അങ്ങേയറ്റത്തെ പ്രയോഗമാണ് താങ്കൾ നടത്തിയത്. ഒരു കലാപാഹ്വാനത്തിന് തുല്യമായിട്ടുള്ള, ഉദ്യോഗസ്ഥൻ്റെ കാലല്ല കൈയും കൂടി വെട്ടിയെടുക്കുമെന്ന് താങ്കളെ പോലെയുള്ള പൊതുപ്രവർത്തകർ പറയുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണ് ശ്രീ ജെയ്സൺ? ഈ മാധ്യമങ്ങളാണെങ്കിൽ ഈ വിഷയങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ വസ്തുതയും കൂടി പരിശോധിച്ച് വേണം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗവും ഇവിടെ വന്നിട്ടില്ല. ആകെ ഞാൻ ആ പറയുന്ന ഒരു ഭാഗം മാത്രം വെട്ടിയെടുത്തിട്ടാണ് ഇത്തരത്തിലേക്കൊരു പ്രചരണം നടക്കുന്നത്. ഞാൻ പറഞ്ഞത് സായുധ വിപ്ലവവും ജനകീയ ജനാധിപത്യ വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. എന്നിട്ട് ഞാൻ അതിന് ശേഷം പറയുന്നുണ്ട്, എന്നാൽ
ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ്. ഞാൻ അതിന് ഒരു ജനകീയ ജേസൺ ഒരു സമരങ്ങൾ സെക്കൻഡ് ഞാൻ ജേസൺ അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്, ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ PCL ആ ഭാഗം ജേസൺ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യിച്ചാൽ കൊള്ളാമായിരുന്നു. ജേസൺ ഒന്ന് തുടരുക. നടത്താൻ തോളെ തട്ടിയതിന്റെ പേരിൽ കൊല നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറഞ്ഞാൽ അവൻ ഈ നാട്ടിലെ മുഴുവൻ കൊള്ളക്കാരനാണ്, കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊക്കെ ഇവർ കള്ളക്കേസും ഇത്തരത്തിൽ അതിക്രമവും കൊണ്ടൊക്കെ ഇവിടെ അഴിഞ്ഞാടാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഒന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ തന്നിത്തോട്ടുള്ള ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് കാര്യവെട്ടുമെന്നുള്ളതാണ്. ഞങ്ങൾ ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല സായുധ വിപ്ലവം നടത്തുന്നതിനു വേണ്ടിയും അറിയാവുന്നവരാണ്. കാര്യം മാത്രമല്ല കൈയും വെട്ടി നിങ്ങളുടെ ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ അറിയാവുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ജേസൺ എന്താണ് എഡിറ്റിംഗ്? കാല് മാത്രമല്ല കയ്യും വെട്ടാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞത് താങ്കൾ തന്നെ അല്ലേ? അതിനുശേഷം ഞാൻ അടുത്ത വാക്ക് ഉപയോഗിക്കുന്ന എന്താ, എന്നാൽ ജനകീയ ജനാധിപത്യ വിപ്ലവം ഈ നാട്ടിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. അതിനുവേണ്ടി ജനകീയ സമരങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഈ ജനകീയ സമരങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ വരും. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടെ ഒരു താങ്കൾക്ക് അറിയാമല്ലോ, ഇവിടെ ഭരിക്കുന്നത് പിണറായി സർക്കാരാണ്, നല്ല വിശ്വാസമുള്ള പോലീസാണ്. ഇത്തരം ചെയ്തികളെ ഒരു നാട്ടിൽ ഒരു കുറച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു ജനങ്ങളെ പീഡിപ്പിക്കുമെന്ന് ഏകപക്ഷീയമായി പറഞ്ഞാൽ, കാരണം അത് നമ്മുടെ സിസ്റ്റത്തിന്റെ കൂടി പ്രശ്നമാണ്. നന്നായിട്ട് അവിടെ ഇടപെടാനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് നിയമവ്യവസ്ഥയുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു DYFIയുടെ നേതാവ്, ഒരു CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായ താങ്കൾ വന്ന് പറയുന്നു കൈയല്ല കാല് കൂടി വെട്ടാൻ. അപ്പോൾ നൽകുന്ന സന്ദേശം ഒരു കലാപാഹ്വാനത്തിന് തുല്യമാണത്. ഞാൻ അവിടെ കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത് ഒരു കലാപാഹ്വാനമല്ല. ഞാൻ പറഞ്ഞത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ ജനകീയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ആ ജനകീയ സമരങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നവർ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരെയാണ് ഉദ്ദേശിച്ചത്. ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ ആവശ്യമില്ലാത്ത നിലയിൽ ഇടപെടുന്നുണ്ട്. അതിൽ ജനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങളവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്. ആ വൈകാരമാണ് ഞങ്ങളവിടെ കാണിച്ചത്, അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല. അല്ലല്ല, പറഞ്ഞതിൽ താങ്കൾ ഖേദിക്കുന്നുണ്ടോ? പറഞ്ഞതിൽ കൈവെട്ടും ഉദ്യോഗസ്ഥരെ ഞാൻ പറഞ്ഞത് ഇതിനകത്തിൽ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ സായുധ വിപ്ലവവും ജനകീയ ജനാധിപത്യവും വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസവും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്നുള്ളതാണ്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം അത് ശരിയോ തെറ്റോ? അത് ശരിയാണോ? ഒരു കമ്മിറ്റി അംഗത്തെ സംബന്ധിച്ചോളം താളെയൊക്കെ താങ്കളൊക്കെ ഏരിയ സെക്രട്ടറിയും അല്ലെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആകേണ്ട ആളുകളാണ്. താങ്കൾ പറഞ്ഞത് പിടിച്ചതല്ല, താങ്കൾ പറഞ്ഞത് മാത്രമേ കേൾപ്പിച്ചു, അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിൽ അങ്ങേക്ക് ഖേദമോ റിഗ്രറ്റ് ഉണ്ടോ താങ്കൾക്ക്? മുഴുവൻ കേൾപ്പിക്കുന്നില്ല, അതിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് കേൾപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെ സംബന്ധിച്ചും ജനകീയ സമരങ്ങളെ പറ്റിയുള്ള വിഷയങ്ങൾ നിങ്ങൾ കാണിക്കാത്തത്? അല്ല, ഈ കാലും കൈയുടെ കാര്യം പറയൂ, കാലും കൈയുടെ കാര്യം പറയൂ, കാലും കൈയുടെ കാര്യം പറയൂ. കാല് മാത്രമല്ല കൈയും വെട്ടാം അറിയാം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആ പദത്തിന്റെ അർത്ഥം എന്താണ് താങ്കൾ പറയൂ. സായുധ വിപ്ലവത്തിലുള്ള അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ വിഷയത്തെ പറ്റിയുള്ള ചർച്ചകൾ ഈ ഉയർന്നു വന്ന ഘട്ടത്തിൽ ജനകീയ ജനാധിപത്യ വിപ്ലവവും സായുധ വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയൊരു വാക്ക് മാത്രമാണത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനം എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. ആ വിപ്ലവത്തിൽ ജനകീയ സമരങ്ങൾ ഉയർന്നു വരും. ആ ജനകീയ സമരങ്ങൾ ഉയർന്നു വരുന്നതിനോടൊപ്പം ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കും. ഇതെങ്ങനെ പരിഹരിക്കും? ഇനി എങ്ങനെ പരിഹരിക്കും? നിങ്ങളെ കൊണ്ട് അവിടുത്തെ ജില്ലാ നേതൃത്വത്തെ കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയില്ല ഈ വിഷയം. കാരണം നിങ്ങളെ ഘടകകക്ഷി, നിങ്ങൾ ചെവിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ഘടകകക്ഷി തന്നെയാണ്. അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. വലിയ പ്രയത്നമോ ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ മുള്ളുകൊണ്ട് എടുക്കേണ്ട ഈ വിഷയത്തെ നിങ്ങൾ എത്രത്തോളം പർവ്വതീകരിക്കപ്പെട്ട് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നെങ്കിൽ അത് സ്ഥിതി വളരെ രൂക്ഷമാണ്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം അടയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ സംസാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറ. അതിന് ഈ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത്. അല്ല, ഞങ്ങൾ പ്രസംഗിച്ച് വന്ന മുഴുവൻ ഭാഗങ്ങൾ കാണിക്കുന്നില്ലല്ലോ. മുഴുവൻ അരിച്ചെടുത്താലും അതിനകത്ത് സമാധാനത്തിന്റെ സന്ദേശമൊന്നുമില്ല.
ഞങ്ങൾ സ്വീകരിക്കുന്ന നയങ്ങൾ ഈ സായുധ വിപ്ലവത്തിൽ കൂടെയുള്ളതല്ല എന്ന് തന്നെയാണ് അതിന്റെ പോയിന്റ് വരുന്നത്. ഞങ്ങൾ ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ പോയിന്റ് വെട്ടിമാറ്റി ഇത് മാത്രം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള സമീപന വാർത്തകൾ സൃഷ്ടിക്കുന്നത് ശരിയാണോ? ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ ജെയ്സൺ. എന്തായാലും താങ്കൾ ചിന്തിക്കുക, താങ്കൾ പറഞ്ഞ വാക്കുകൾ ഒരു CPM-നെ സംബന്ധിച്ചോളം ഇന്നത്തെ സ്ഥിതിക്ക്, ഞാൻ അടിവരയിടുകയാണ്, ഇന്നത്തെ സ്ഥിതിക്ക് ഒരു നേതാവിന് ചേർന്നതാണോ എന്ന് നിങ്ങളുടെ നേതൃത്വം കൂടി അത് ചിന്തിക്കട്ടെ. വളരെ നന്ദി പ്രതികരിക്കാൻ ആ സന്മനസ് കാട്ടിയതിന്.